വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതുപോലെ ബോട്ടിലിൻ്റെ ക്യാപ്പ് വെച്ചിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി ക്രാഫ്റ്റുമായിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതുപോലെ ഒരു ക്യാപ്പാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ജൂട്ട് ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ അതിൻ്റെ അളവിലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിന് വേണ്ടി ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് എടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ സെയിം അളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ഇതിലേക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. ഹോട്ട് ഗ്ലൂ കൊണ്ടോ ഫെവിക്കോൾ കൊണ്ടോ എന്തുകൊണ്ട് വേണമെങ്കിലും ഒട്ടിക്കാവുന്നതാണ്. ഞാനിവിടെ ഹോട്ട് ഗ്ലൂ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് കവർ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ജൂട്ട് ഷീറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ജൂട്ട് ത്രെഡ് ആണെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അതൊന്ന് റൗണ്ടിലൊന്ന് ഒട്ടിച്ചെടുത്താൽ മതി. അത് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ബോട്ടിൽ ക്യാപ്പിന് പകരമായിട്ട് സീഡിയോ കാർഡ്ബോർഡോ എടുത്താലും മതി. ഇനി എൻ്റെ കയ്യിൽ ഇതുപോലെ ഗോൾഡ് കളറിലെയും വൈറ്റ് കളറിലെയും ലേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ ലേസൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് നമുക്ക് സൈഡിലൊന്ന് ബോർഡർ പോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഞാൻ വൈറ്റ് വെച്ച് നോക്കി അത്ര ഭംഗിയില്ല. ഞാൻ പിന്നെ ഗോൾഡ് തന്നെയാണ് എടുത്തത്. എന്നിട്ട് ഗോൾഡ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ബോർഡർ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി എൻ്റെ ഇതുപോലെ ചെറിയ ചെറിയ കുറച്ച് ബോട്ടിലുണ്ടായിരുന്നു. തേയിലയുടെ എന്തോ ആണെന്ന് തോന്നുന്നു. എനിക്ക് ഒരു സ്ഥലത്ത് നിന്ന് കിട്ടിയതാണ്. ഇതുപോലെ ഒന്നെങ്കിൽ നമുക്ക് എംപ്റ്റി ആയിട്ട് വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ആ തേയില ഉൾപ്പെടെ നമുക്ക് ഒട്ടിക്കാവുന്നതാണ്. ഞാൻ ഇതുപോലെ രണ്ടോ ഒന്ന് വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു ഏതാ നല്ലതെന്നറിയാൻ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു തേയിലയൊക്കെ ഉള്ളതാണ് കുറച്ചും കൂടെ ഭംഗിയെന്ന് എനിക്ക് തോന്നി. ആ കളറൊക്കെ വന്നപ്പോൾ കുറച്ചുകൂടെ മാച്ചായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ അകത്ത് ഉള്ളതാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ചെറിയ ടെസ്റ്റ് ട്യൂബ് പോലത്തെയൊക്കെ നമുക്ക് വാങ്ങിക്കാനൊക്കെ കിട്ടുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ടീ പൗഡറൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടും. അതുണ്ടെങ്കിൽ എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചാണെങ്കിലും ഇതുപോലെ ചെയ്താൽ മതി. അതിൻ്റെ ഉള്ളിൽ സാൻഡോ സോൾട്ടോ ഒക്കെ നമുക്ക് നിറച്ചിട്ട് ചെയ്യാം. ഇനി അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഇതുപോലെ കുറച്ച് ഫോം റോസസ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇതുപോലെ ആർട്ടിഫിഷ്യൽ ലീവ്സിൻ്റെ ഉണ്ടായിരുന്നു, അതുകൂടി ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പേപ്പർ ലീവ്സോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഫോം ഷീറ്റ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുത്തിട്ട് വെച്ച് കൊടുത്താൽ മതി. എൻ്റെ കയ്യിൽ റെഡിമെയ്ഡ് ആയിട്ടുണ്ടായിരുന്നു. അത് ഞാനവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. വീണ്ടും ഞാൻ ഫോം റോസസ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ലീവ്സും കൂടി എടുത്തിട്ടുണ്ട്. ഇത് ആർട്ടിഫിഷ്യൽ ലീവ്സ് അല്ല, ഒറിജിനൽ തന്നെ ഞാൻ ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളതാണ്. പൈൻ്റെ പോലത്തെ ആ ഒരു ഷേപ്പിലുള്ള ട്രീ ആണ് ഹില്ലി ഏരിയസിലൊക്കെ കാണുന്നത്. അത് ഇതുപോലെ പെയിൻറ്റ് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പെയിൻറ്റ് ചെയ്തതിൻ്റെ മുന്നേ ഉണ്ടായിരുന്നു. അത് ഞാൻ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അതിന് മുകളിലേക്ക് ഇതുപോലെ ഫോം റോസസ് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള റോസോ അല്ലാന്നുണ്ടെങ്കിൽ പേപ്പർ ഫ്ലവേഴ്സൊക്കെ ആണെങ്കിലും ഒട്ടിച്ചാൽ മതി. അപ്പോൾ ഞാൻ അത് സെയിം തന്നെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ക്രാഫ്റ്റ്. ഇനി ഇതൊന്ന് ഹാങ് ചെയ്തിടാൻ വേണ്ടി ഞാൻ ജൂട്ട് ത്രെഡ് ഇതുപോലെ ഒന്ന് കെട്ടിട്ടെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ പുറകിലേക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചും കൂടെ കൊടുക്കുന്നുണ്ട്. പിന്നെ അത് സെക്യൂറായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലായിട്ടൊരു കാർഡ്ബോർഡിൻ്റെ ഒരു ചെറിയൊരു ഷീറ്റും കൂടെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ക്രാഫ്റ്റ്. വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്കും കമൻറ്റും ചെയ്യണേ. പിന്നെ നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ അവർക്ക് കൂടി ഒന്ന് എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുത്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറയണം. അപ്പോൾ ഞാൻ ഇനിയും വീഡിയോസൊക്കെ ഇടുമ്പോൾ എല്ലാവരും ഓടി വന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇനിയും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് മറ്റു അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.